ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൻ്റെ എപ്പോഴും എറണാകുളത്തപ്പം ഗ്രൗണ്ട് എന്നേ വായിൽ വരുള്ളൂ. എറണാകുളത്തപ്പം ശിവക്ഷേത്രത്തിലെ നമ്മുടെ ഉത്സവമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യണത് അവിടെ ഉത്സവം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാനൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. അമ്പലത്തിൻ്റെ ഓരോ മൂലയിലും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ പറയാമെന്ന് എനിക്കറിയില്ല ഈ പരിപാടീനെ. ഇങ്ങനെ കഥ പോലെ ഇങ്ങനെ ഒരാളിങ്ങനെ പറയും, അപ്പോൾ അവരവിടെ നിന്ന് ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നെ. ഈ നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസൊക്കെ നടക്കണ്ടായിരുന്നു. നമ്മുടെ ശിവൻ്റെ മീനമ്പലത്തിൻ്റെ ഉള്ളിൽ അരകളും മേളമൊക്കെ അടക്കമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, കുറേ ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെച്ചെങ്കിൽ ആ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മണ്ടക്കിന് കയറി നിന്നിട്ട് അവിടെ ഇന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉള്ളിലോട്ടാണ് കയറിയില്ല, അവിടെ പുറത്ത് നിന്നിട്ട് ഇന്ന് കാണാനാണ് കണ്ടത്. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡി എച്ച് ഗ്രൗണ്ടിലോട്ടാണ് പോയിട്ടുണ്ടായത്. ഈ ഒരു ഗോപുരം വെച്ചേക്കുന്നത് നല്ല കിഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം വെക്കണത്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ കോളേജിൽ പോയപ്പോഴേക്കും പ്രിയയുടെയും സിൻസിച്ചിയുടെയും ബർത്ത്ഡേ ആയിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിലേറ്റഡ് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ അവർ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും വിഷൊക്കെ ചെയ്ത് കേക്കെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിനും കേക്കൊക്കെ ഇന്ന് കൊടുത്തു. എല്ലാവരും പിന്നെ കേക്കൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. ആ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് കോളേജിൽ ആർട്സ് ഡേ ആയിരുന്നു. പിന്നെ ഓരോ ക്ലാസ്സുകളിലായിരുന്നു ഇങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ മാപ്പിളപ്പാട്ടും സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു. ഇതിനാണ് ത്രേസ്യാമ്മ സിസ്റ്റർ ആണ് കേട്ടോ. പിന്നെ ആർട്സ് കോളേജിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായി, പക്ഷേ ചെറുതായിട്ടൊന്ന് പണിപാളിയിട്ടുണ്ടായി. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ട് ഞങ്ങൾ അവിടെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തപ്പോഴാണ് അവരവിടെ വന്നതാണ്. ഇത് അതിനെയും പ്രിയാണ്, കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മൈമിൻ്റെ തീം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമ്മളൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്താ സംഭവം എന്ന്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാവുന്നൊരു മൈമായിരുന്നു കേട്ടോ. ബാക്കി രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും തീം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്കൊരു വെബിനാർ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.